Hey guys, welcome back to our channel video.so. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിന് ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇൻട്രോ ഉണ്ടാക്കാമെന്നതാണ്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പറ്റുമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. That little mouse, 'cause I'm an albatross. അപ്പോൾ ഗൈസ്, ഇൻട്രോ ഉണ്ടാക്കുന്നതിനായി നമുക്ക് കൈൻ മാസ്റ്റർ എന്ന ആപ്പ് ആവശ്യമാണ്. അതുപോലെ തന്നെ പിക്സൽ ലാബ് എന്ന ആപ്പും വേണം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. നേരത്തെ കണ്ടത് ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ താഴെ നിങ്ങൾക്ക് കുറച്ച് ആൽഫബറ്റ്സ് കാണാം. അതിൽ എ എന്ന ആൽഫബറ്റ് ഉള്ളവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ചാനലിൻ്റെ പേര് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇതാ ഞാനിപ്പോൾ ഇത്ര ലെങ്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് പൊസിഷൻ വേണമെങ്കിൽ നമുക്ക് ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാവുന്നതാണ്. അപ്വേർഡ്സ് ഡൗൺവേർഡ്സ്. പിന്നെ നമ്മളുടെ ഫോണ്ടിൻ്റെ സൈസ് ഇവിടെ കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ 150 കൊടുക്കുകയാണ്. ശേഷം നെക്സ്റ്റ് ആയിട്ട് ഫോണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കുറേ സ്റ്റൈല് ലഭിക്കും. അതിൽ നിന്ന് ഞാനൊന്ന് ഇപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഇത് റെഡി ആയിരിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റൈല്. ഇവിടെ നമുക്ക് ഇതിൻ്റെ കട്ടി കുറച്ച് കൂട്ടി കൊടുക്കാം. ഇത് ഒന്ന് ചെരിച്ച് വെക്കാനാണ്, അത് നമുക്ക് ആവശ്യമില്ല. ഈ താഴെ വരെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ടിക്ക് മാർക്ക് കൊടുക്കാം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്പോക്ക്. അടുത്തതായി സ്ട്രോക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ നമ്മൾ വരച്ച ആർട്ടിന് ഒരു പ്രത്യേക സ്ട്രക്ചർ ലഭിക്കും. നെക്സ്റ്റ് ഷാഡോസ്, അതും എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇന്നർ ഷാഡോ അതും എനേബിൾ ചെയ്ത് കൊടുക്കാം. എംബോസ് അതും എനേബിൾ ചെയ്ത് കൊടുക്കാം.
3D ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കാം. 3D ടെക്സ്റ്റും എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ഫിനിഷിംഗ് ആയിരിക്കും. അവസാനമായി റിഫ്ലക്ഷൻ അതും എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴേക്കും കൂടി കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ടൈപ്പ് സുഖം രസമുണ്ടാകും. എഡിറ്റ് ചെയ്ത് ശേഷം മുകളിൽ കാണുന്ന കീയിൽ പ്രസ് ചെയ്ത് കൊടുക്കും. ഇവിടെ സേവ് ആസ് ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡീഫോൾട്ട് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് അൾട്രാ എന്നാക്കി കൊടുക്കുക. ശേഷം സേവ് ടു ഗാലറി എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ബാക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം സോറി നമ്മൾ ചെയ്ത വർക്ക് കിട്ടിയില്ല. എന്തായാലും നമുക്ക് മാസ്റ്റർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് 16:9 എന്ന റേഷ്യോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് മീഡിയ എന്ന് സെലക്ട് ചെയ്യുക. അവിടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതിപ്പോൾ ഞാനൊരു 9 സെക്കൻഡ് ആക്കി കൊടുക്കുകയാണ്. ഒന്ന് സെലക്ട് ചെയ്ത് സ്ക്രോൾ ചെയ്താൽ മതി. പിന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുക. പിന്നെ ലെയർ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ മീഡിയ ഓപ്പൺ ചെയ്യുക. ശേഷം പിക്സൽ ലാബ് എന്ന ഫയൽ മുകളിൽ കാണാം. അതിൽ നിന്ന് ഡിഫോൾട്ട് എന്ന് നമ്മളിപ്പോൾ ചെയ്തു വെച്ച ഇത് എടുക്കുക. എന്നിട്ട് കറക്റ്റ് റേഷ്യോയിൽ കൊണ്ടുപോയി വെക്കുക. ഇതിപ്പോൾ ഇവിടെ ഫിക്സ് ആണ്. എന്നിട്ട് ഇതിൻ്റെയും ലെങ്ത് ഇച്ചിരി കൂട്ടി കൊടുക്കുക. സ്റ്റാർട്ടിങ് ലെങ്ത് ഇച്ചിരി കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇൻ ആനിമേഷൻ എന്നുണ്ടാകും. ഇവിടെ കണ്ടോ, അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടതുപോലെയുള്ള ഒരു ആനിമേഷൻ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫെയ്ഡാണ് കൊടുക്കുന്നത്. കുറച്ച് സ്പീഡ് ഒന്നും കൂടി സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് ഒരു ഇൻ്റർഫേസ് അതിനായി നമുക്കൊരു ഇൻട്രോ ടെംപ്ലേറ്റ് കൊടുക്കാം. ഇവിടെ ഞാനൊരു ഇൻട്രോ ടെംപ്ലേറ്റ് എൻ്റെയൊക്കെ 2 എണ്ണമുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ റേഷ്യോ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് പാകമാക്കി കൊടുക്കാം. ശേഷം താഴെ ബ്ലെൻഡിങ് എന്നുണ്ടാകും. ഇവിടെ പ്രീമിയം എന്ന് കൊടുത്തിരിക്കുന്നു. അതിന് ചെയ്യുക. ഇവിടെ ബ്ലെൻഡിങ് എന്നുണ്ട്. അതിൽ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഹാർഡ് ലൈറ്റ് എന്ന് കാണാം. അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ശേഷം ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക.
ഇപ്പോൾ നമ്മളുടെ വീഡിയോ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. That little mouse, 'cause I'm an albatross. ഇപ്പോൾ ഒരു ഹാഫ് വർക്ക് ആയി എന്നേ പറയാൻ പറ്റൂ. കാരണം കുറച്ചുകൂടി പണിയുണ്ട്. നമുക്ക് നമ്മളുടെ രണ്ടാം പണിയാണ് ഈ ഇൻട്രോ ഉണ്ടാക്കുന്നത്. നമുക്ക് വേറെ ടെംപ്ലേറ്റ് നോക്കാം. ആ ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വേറെ ഒരു വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ ഈ ടെംപ്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഹാർഡ് ലൈറ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഓഹോ, നമുക്ക് വേണ്ടതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുക്കാം. വൺസ് മോർ പ്ലേ. ഇപ്പോൾ ഏറെക്കുറെ നന്നായി വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ നമ്മൾ കൊടുത്ത ഇത് കുറച്ച് ഫാസ്റ്റാക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഇവിടെ ഒരു ഇവിടെ ഒരു ഷെയർ പോലെയുള്ളൊരു ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ട റേഷ്യോ സെലക്ട് ചെയ്യാം. ഇവിടെ ഫ്രെയിം റേറ്റ്. അപ്പോൾ എനിക്ക് വേണ്ട റേഷ്യോ എന്ന് പറയുന്നത് ഇച്ചിരി 720p ആണ്. എല്ലാവരും ആ ക്വാളിറ്റി തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് ഇവിടെ ഹൈ ക്വാളിറ്റി ആക്കുക. ഈ ബാരിയേറ്റ് എന്നത് നമ്മളുടെ വീഡിയോ 14 MB ആണ്. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മളുടെ വീഡിയോ. ഇതാ നമ്മളുടെ ഇൻട്രോ. MX പ്ലെയർ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പ്ലെയർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് എന്ന ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. എക്സ്പോർട്ട് എന്ന ഫയലിൽ ഒരു ന്യൂ ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ ശരിയായി വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഫാൾട്ടുകളുണ്ട്, എന്നാലും ഇത് ഞാൻ മുമ്പുണ്ടാക്കിയ ഒരു That little mouse, 'cause I'm an albatross.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. That little mouse, 'cause I'm an albatross.